ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ റാഞ്ചിയിൽ നിന്ന് ജൽപൈഗുരിക്കുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10-12 മണിക്കൂറിൽ എത്തേണ്ടതായിരുന്നു. അത് പോയി ഒരു 14-15 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. ഓൾ ത്രൂ ഔട്ട് എന്താ പറയുക, വേറൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ബസ് യാത്രയായിരുന്നു. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ട്രെയിൻ അവൈലബിൾ അല്ലായിരുന്നു. എല്ലാ ദിവസവും ട്രെയിൻ അവൈലബിലിറ്റി ഇല്ല റാഞ്ചി ടു ജൽപൈഗുരി. അതാണ് ഞാൻ ബസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് പോയത്. ഫുൾ ഓഫ് ഗ്രീനറി ആണ്, ഫുൾ ഓഫ് നമുക്ക് ചായ ബഗാൻ, അതായത് ടീ പ്ലാന്റേഷനാണ് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുള്ളൊരു ഏരിയ ആണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രണ്ടിനെ കാണാൻ പോണത്. നമ്മൾ 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആക്ച്വലി, സ്കൂൾ ഫ്രണ്ട്സാണ്. അതിലൊരു കുട്ടി മരിച്ചു പോയി. ബാക്കി 3 പേര്, ഒരാൾ കേരളത്തിൽ, എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലും ഒരാൾ ബാംഗ്ലൂർ ആൻഡ് മറ്റൊരു കുട്ടി ഷില്ലോങ്ങിലാണ്. അപ്പോൾ അവളുടെ പാരൻസ് താമസിക്കുന്ന ജൽപൈഗുരിയിലായ കാരണം കൊണ്ട് എനിക്കും ഈസിയാണ്, ആൾക്കും എത്താൻ ഈസി ആയ കാരണം കൊണ്ടാണ് നമ്മൾ ജൽപൈഗുരിയിൽ മീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ പോയി വൈകിട്ടാണ് കേട്ടോ നേഹ എത്തുന്നത്. അപ്പോൾ ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റോട് കൂടി 13 വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ടിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ 5 മണി, രാവിലെ 5 മണി നേരത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അത്രയും വെളിച്ചം വരുന്നുണ്ട് അവിടെ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജൽപൈഗുരി എത്തി. അവിടെ നിന്ന് ഓട്ടോയും പിടിച്ച് ടുട്ടുകാടി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ടുട്ടു ഓട്ടോ ആക്ച്വലി ഷെയർഡ് ഓട്ടോ സിസ്റ്റമാണ്. പക്ഷേ എനിക്ക് പിന്നെ സ്ഥലം അതൊന്നും വലിയ ധാരണയില്ലാത്ത കാരണം കൊണ്ട് കയ്യിലൊരു അഡ്രസ്സ് മാത്രമേ. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കേണ്ട, ഓട്ടോ എടുക്കാതെ എടുത്തു. അങ്ങനെ ഓട്ടോക്ക് എടുത്ത് അവളുടെ വീട്ടിലെത്തി. ഫ്രഷൊക്കെ ആയതിനു ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് ബുദ്ധിസ്റ്റ് മോണസ്ട്രി പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ വർഷങ്ങളായി ഞാൻ ബുദ്ധിസ്റ്റ് മോണസ്ട്രി പോയിട്ട്, ആൻഡ് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് ബുദ്ധിസ്റ്റ് മോണസ്ട്രിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ വൈകിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ഈവനിങ് ഒരു 5 o'clock, ഒരു 4 o'clock 5 o'clock ആ ഒരു സമയത്തൊക്കെ ആൻറ്റി ഞാനും കൂടിയിട്ട് അങ്ങനെ മെല്ലെ മോണസ്ട്രീസിലോട്ട് ഇറങ്ങി. ആക്ച്വലി ഇവിടെ മെയിൻ റോഡിന് അടുത്ത് തന്നെയാണ് കേട്ടോ, ഇവിടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈ ഒരു മോണസ്ട്രി. അങ്ങനെ വന്ന് ചുറ്റും കണ്ട് ഒരു പ്രത്യേക സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെത്തി. എനിക്ക് അതിനോട് കുറച്ച് ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആൻറ്റീനെ കൂടുതൽ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ, നേഹനെ നിർബന്ധിക്കാൻ പറ്റും. അങ്ങനെ ആൻറ്റി കേട്ടൊരു ഫോട്ടോ കിട്ടിയതാണ് കേട്ടോ ആൻറ്റി. ജസ്റ്റ് ഇത് കഴിഞ്ഞ് വൈകിട്ടായിട്ടാണ് എൻ്റെ സുന്ദരിയായ എൻ്റെ കുട്ടിക്കാരി നേഹ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൾ കാണാം. അപ്പോൾ ഞാൻ വീഡിയോ സെറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അന്നേരത്തേക്കും എല്ലാം സർപ്രൈസ് ആണ്. ചിലപ്പോഴേന്ന് പറഞ്ഞ സമയത്തായിട്ടും മുമ്പ് എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി, ഒരുപാട് കളിയും ചിരിക്കായിട്ടിരുന്ന് അന്ന് രാത്രി ആക്ച്വലൊന്നും ശരിക്കും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അത്രയും കഥകളുണ്ടായിരുന്നു പറയാം. 13 വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ. അങ്ങനെ പിക്ചറൊക്കെ എടുത്ത് എൻ്റെ വേറൊരു കൂട്ടുകാരി, 3ാമത്തെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഡാർജിലിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഭയങ്കര ടയേർഡായിരുന്നു, ഞാനും ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ ഡാർജിലിംഗ് പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് അവളുടെ ഡോഗീസൊക്കെ ആയിട്ട് ഞാനൊന്ന് കൂട്ടുകൂടാന്ന് വിചാരിച്ചു. എനിക്ക് പേഴ്സണലി ഡോഗ്സിനെ ഭയങ്കര പേടിയാണ്. പക്ഷേ അവൾ പറഞ്ഞില്ല ഒന്നും ചെയ്യില്ല, നീ ഇങ്ങനെ പിടിച്ചാൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചും കംഫർട്ടബിളായി. അങ്ങനെ ആ ദിവസമല്ല, നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അടുത്തൊരു ഫേമസ് മാർക്കറ്റാണ് കേട്ടോ, ഹോങ്കോങ് മാർക്കറ്റ്. അപ്പോൾ ഇത് ഹോങ്കോങ് മാർക്കറ്റിലൂടെ പോണ വഴിക്കുള്ളതാണ്. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിക്ക സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബോർഡറിങ് ഏരിയ ആണല്ലോ ജൽപൈഗുരി എന്ന് പറയുമ്പോൾ. ഒരുപാട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന സ്ഥലം കൂടെ, നേപ്പാൾ വരുന്നുണ്ട്, പിന്നെ ഇതാ നമ്മുടെ ഭൂട്ടാൻ അതിൻ്റെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പല സാധനങ്ങളും ഇവിടെ കൊണ്ട് വിൽക്കുന്നത്. അപ്പോൾ ഇത് പറയും അവിടെ ലൈക്ക് ഡാർജിലിംഗ് ഏരിയയിലാണെങ്കിൽ, ഡാർജിലിംഗ് ആണെങ്കിൽ ഇവിടുന്ന് വളരെ അടുത്താണ്. അപ്പോൾ 1-2 മണിക്കൂർ ജേർണി ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും മഴയുള്ള കാരണം കൊണ്ട് നമുക്ക് ആ ഒരു ജേർണി ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ആ ഭാഗം ജൽപൈഗുരി തന്നെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. അതേപോലെ തന്നെ ഇവിടുന്ന് 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് എവിടേക്ക് നേപ്പാൾ ബോർഡറിന്. അപ്പോൾ എല്ലാം ആക്ച്വലി പല ഏരിയ, സിക്കിം, നേപ്പാൾ, പിന്നെ അതുപോലെ ഭൂട്ടാൻ, ഡാർജിലിംഗ്, ഇതൊക്കെ വളരെ എടുത്തായിട്ട് കിടക്കുന്നത്. ഭൂട്ടാൻ എനിക്ക് എക്സാക്ട്ലി ഉറപ്പില്ല, ബട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ വളരെ നിയർ ബൈ ആണ്. പിന്നെ സിക്കിമിലാണെങ്കിൽ ഒരുപാട് പ്രശ്നം കേട്ടിരിക്കുന്ന സമയമായ കാരണം കൊണ്ട് തന്നെ പോയില്ല, ലാൻഡ്സ്കേപ്സ് അങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് രാത്രി നമ്മൾ ഒന്ന് സംസാരിക്കുവാണ് കേട്ടോ. സംസാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ എല്ലാ കാര്യവും മറന്നു പോയി. കോളേജിലെ നമ്മുടെ സ്കൂളിലെ കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും. ഒരു മിസ്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ പുള്ളിക്കാട്ട് വരാതെ ചെയ്താൽ ബുക്ക്. അപ്പോൾ അതുവരെയായ അവസ്ഥ. ഞാനിപ്പോൾ റിയലൈസ് ചെയ്ത് നമ്മളൊക്കെ പ്രായമായി തുടങ്ങിയല്ലോ എന്ന്. ഇത് ഹോങ്കോങ് മാർക്കറ്റ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫേവറേറ്റ് ആയ ഫുഡൊക്കെ ആയിരുന്നു അവിടെ ഞാൻ കഴിച്ചിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ലവ് നേപ്പാളി ചട്നി. അപ്പോൾ ഈ ഗ്രീൻ കളറിലെ സാധനമാണ് കേട്ടോ നമ്മുടെ നേപ്പാളി ചട്നി. അവളെ അമ്മ പ്രിപ്പയർ ചെയ്ത് തന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ സിമ്പിൾ തോന്നുമായിരിക്കും, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് സംതിങ് വിച്ച് ഐ ലവ് ദി മോസ്റ്റ്. എനിക്ക് ഭയങ്കര മിസ് ചെയ്യേണ്ടായിരുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ അരി, നമ്മൾ ഇവിടെ കഴിക്കുന്ന പോലത്തെ അരിയല്ല, കൂടുതൽ നമ്മൾ ജീര റൈസ് പോലത്തെ അരിയാണ് കൂടുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായിട്ട് കഴിക്കുക. പിന്നെ സൈഡിൽ കുറച്ച് അച്ചാറൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോ ഒന്നും ശരിക്കും തെളിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ കടലയെ വെച്ചിട്ടൊക്കെയാണ് ആൻറ്റി അച്ചാർ ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഫുഡായിരുന്നു. പിന്നെ രാത്രി നമ്മൾ മൊമോസൊക്കെ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയില്ല ആക്ച്വലി, നേഹയുടെ റിലേറ്റീവ് വന്നിട്ട്, ഹസ്ബൻഡ് റിലേറ്റീവ് വന്നിട്ട്, അപ്പോൾ അവരും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. മാവില്ലെങ്കിൽ എന്താ, നമ്മൾ ഗ്രീൻ ഗ്രാമിൻ്റെ ദോശ ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് അതല്ലേ അറിയോ, അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തു.
അങ്ങനെ നമ്മൾ ഫുഡും ഭയങ്കര ലാവിഷായിരുന്നു. പിന്നെ പിറ്റത്തെ ദിവസം നമ്മളെന്നാൽ എന്തായാലും മോളിലേക്ക് പോകാമെന്ന് പറയുന്നത് മോളിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് ബുദ്ധിസ്റ്റ് മോണസ്ട്രീസിൽ പോയി, അടുത്ത മോണസ്ട്രി പോയി. ഇതാണ് എൻ്റെ മറ്റൊരു ഫ്രണ്ട് കേട്ടോ. ആളുടെ പേര് അർപ്പിത. ആളവിടെ ജൽപായ്ഗുരിയിൽ തന്നെ ഒരു റിപ്പോർട്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ കൂടെയായിരുന്നു യാത്ര. നേഹിനെ തിരിച്ചയക്കുകയും ചെയ്തു. കാരണം എന്താ വെച്ചാൽ അവളുടെ വീട്ടിൽ ഏതോ ഗസ്റ്റൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും കറങ്ങണമായിരുന്നു. കുറേ ദിവസം മഴയായ കാരണം വീട്ടിലിരുന്നിരുന്ന് മടുത്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ജൽപായ്ഗുരിയിലും വലിയൊരു മോണസ്ട്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അർപ്പിതയുടെ കൂടെ ഞാൻ ഇറങ്ങി. അപ്പോഴാണ് ആക്ച്വലി നമ്മൾ സ്കൂളിൽ ഒരുമിച്ചാണെങ്കിൽ പോലും നമ്മൾ അത്രയധികം സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വൈബ് മാച്ച് ചെയ്യേണ്ടുന്നൊരു പ്രാവശ്യമല്ല അറിഞ്ഞത്. ആളുടെ കൂടെ കറങ്ങാനൊക്കെ പോയി സംസാരിച്ച് വന്നപ്പോൾ സെറ്റല്ലേ, നമ്മൾ പറ്റിയ വൈബായിരുന്നു. മിസ് ചെയ്തു. സ്കൂൾ ഡേയ്സിൽ ചില ഫ്രണ്ട്സ് ഇതുപോലെയാണ്. നമ്മൾ ആ സമയത്തൊന്നും ശ്രദ്ധിക്കില്ല, പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾക്ക് പറ്റിയൊരാളായിരുന്നല്ലേ എന്ന്. അങ്ങനെ അർപ്പിത തന്നെ ഒരുപാട് ഈ വലിയൊരു മോണസ്ട്രീസിലൊക്കെ കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ. ഇത് നേരത്തെ നേഹയുടെ കൂടെ പോയ മോണസ്ട്രി, അതിൻ്റെ കൂടെ തന്നെ 2 മോണസ്ട്രിയും കൂടെ മിക്സ് ആയിട്ടുണ്ട് ചെറുതായിട്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോൾ ഇത് നേഹയുടെ കൂടെ പോയ മോണസ്ട്രി. അത് കഴിഞ്ഞ് മറ്റേ വലിയ മോണസ്ട്രി ഇവളുടെ കൂടെ അർപ്പിതയുടെ കൂടെ പോയി മോണസ്ട്രി ആയിരുന്നു. ഈ 2 സ്ഥലത്താണെങ്കിലും ട്രെയിനിങ് സെൻറ്റേഴ്സും കൂടെ അവിടെ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് ബുദ്ധിസ്റ്റ് മോങ്സ് അവിടെ പഠിക്കാനൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ആൾക്കാർ തൊട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ബുദ്ധിസ്റ്റ് മോണസ്ട്രീസ് ഭയങ്കര ഒരു ഹരമാണ് കേട്ടോ. എനിക്ക് അവിടെ പോയിരിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ചിന്തിക്കാനൊന്നും തോന്നില്ല. ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താ പറയുക, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ബുദ്ധിസ്റ്റ് മോണസ്ട്രീസ്. ബാക്കിയുള്ള സ്ഥലത്ത് അല്ലാന്നല്ല, ചേർച്ചിൽ പോകാറുണ്ട്, മോസ്കിൽ പോകാറുണ്ട്, മോസ്കിൽ പുറത്ത് പോയിരിക്കാറുണ്ട്, അമ്പലങ്ങളിൽ പോകാറുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ എവിടെയും കിട്ടാത്തൊരു വല്ലാത്തൊരു ഫീലാണ് എനിക്ക് എപ്പോഴും ബുദ്ധിസ്റ്റ് മോണസ്ട്രീസിൽ പോകുമ്പോൾ. അതിപ്പോൾ അല്ല, പണ്ട് തൊട്ട് അങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ബുദ്ധിസ്റ്റ് മോണസ്ട്രീസ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ഏകദേശം അന്നത്തെ ഒരു ദിവസം ഞാൻ മാക്സിമം മോണസ്ട്രീസിൽ തന്നെയായിട്ടായിരുന്നു സ്പെൻഡ് ചെയ്ത്. ഈ കാണുന്ന മൊത്തം മോണസ്ട്രീസിൽ ട്രെയിനിങ്ങിന് വരുന്ന കുട്ടി മോങ്സ് തൊട്ടുള്ള കുട്ടി ആൾക്കാർ തൊട്ട് മോങ്സ് ആവാനായിട്ടുള്ളൊരു ട്രെയിനിങ് ഇരിക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെ മോണസ്ട്രീസൊക്കെ ആസ്വദിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞ് അങ്ങനെ നെക്സ്റ്റ് അന്ന് തന്നെ വൈകിട്ട് ഞാൻ ജൽപായ്ഗുരിയിൽ നിന്ന് ജൽപായ്ഗുരിയിൽ നിന്ന് ഹൗറയ്ക്കുള്ളൊരു ജേർണി ആയിരുന്നു. ഒരുപാട് എന്താ പറയുക മെമ്മറീസോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ജേർണി അവസാനിപ്പിക്കുന്നത്. ഇനി ഹൗറയിലോട്ടൊക്കെയാണ് എൻ്റെ യാത്ര.